ഡീനോ ഡെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മമ്മൂക്ക മൂവിയായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ ഫുൾ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബസൂക്കയുടെ കേരള ആൻഡ് വേൾഡ് വൈഡ് ടോട്ടൽ ഫൈനൽ കളക്ഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നലെ ഒട്ടുമിക്ക ട്രാക്കേഴ്സും പുറത്ത് വിട്ടിരിക്കുന്നത്. ചിത്രത്തിന് ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് 13,55,00,000 രൂപ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമയ്ക്ക് ഇതുവരെയും നേടിയെടുക്കാൻ സാധിച്ചത് 1,45,00,000 രൂപ. ബസൂക്കയുടെ ഓവർസീസ് കളക്ഷനും അതോടൊപ്പം തന്നെ കേരള കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം കൂട്ടിച്ചേർത്ത് സിനിമയ്ക്ക് ആകെ ടോട്ടലി വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് 25,19,00,000 രൂപയാണ്. ആ ഒരു കളക്ഷൻ ഫിഗറിലേക്ക് മാത്രമേ സിനിമയ്ക്ക് ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ ആയിട്ട് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 25-30 കോടി ബഡ്ജറ്റിൽ പൂർത്തീകരിച്ച മൂവിയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ കളക്ഷനും ബഡ്ജറ്റും നോക്കുന്ന സമയത്ത് സിനിമ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് സിനിമ ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീണത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന്റെ ഒരു മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു മമ്മൂക്ക ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഇന്റർവ്യൂ കാര്യങ്ങളോ പ്രൊമോഷനോ ഒന്നും ഈ ഒരു സിനിമക്ക് റിലീസിന്റെ മുന്നേ കിട്ടിയിരുന്നില്ല. അതും സിനിമയുടെ കളക്ഷനെ ബാധിച്ചു എന്നാണ് ആരാധക വൃത്തം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.